ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ നാളെ മൺഡേ ആണ്. മൺഡേയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് മൺഡേയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ്. ഇന്നലെ ഞാൻ വീക്ക്ലി അനാലിസിസ് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഒരുപാട് ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ ഈ വീക്കിലി ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനാണ് നാളെ കഴിഞ്ഞാൽ പിന്നെ വെനസ്ഡേ മാർക്കറ്റ് ഓഫ് ആണ്. ഇവിടെ ഇലക്ഷൻ ഉള്ളതുകൊണ്ട്, മഹാരാഷ്ട്ര ഇലക്ഷൻ ആയതുകൊണ്ട് വെനസ്ഡേ ഓഫ് ആണ്. സോ നാളെയും മറ്റന്നാളും മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ തേഴ്സ്ഡേ ആണ് മാർക്കറ്റ് ഉള്ളത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിലും ഒരു ഷാർപ്പ് സെല്ലിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ നമ്മൾ റീസൺ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഒന്നാമത്തെ കാരണം തന്നെ FIAയുടെ സെല്ലിംഗ് ആണ്. രണ്ടാമത്തത് വീക്കായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് റിസൾട്ടുകളാണ് ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റിയത്. പല കമ്പനീസുകളുടെയും പ്രോഫിറ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു റീസൺ. പിന്നെ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. അതായത് 6.2 ആണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത്. അത് കൂടാതെ ട്രംപ് US വിജയിച്ച ശേഷം US ഡോളർ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാല്യൂ, അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഡിപ്രിസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു റീസൺ ആണ് മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ്സിന്. സോ ഇങ്ങനെയുള്ള കുറെ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും ഒരു സെല്ലിംഗ് സൈഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു, അതായത് മാർക്കറ്റ് ഇനിയും സെല്ലിംഗ് സൈഡേക്കുള്ള ട്രേഡിന് തന്നെയാണ് പ്രോബബിലിറ്റി നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. സോ എനിവേ നമുക്ക് നോക്കാം മൺഡേയിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കേണ്ടത്. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റെഡ് ലൈന് വരച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് പ്രീവിയസ് ആയിട്ട് നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇൻ കേസ് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു സെല്ലിങ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതിനൊരു കൗണ്ടർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ട്രേഡിങ് നമുക്ക് മോർണിംഗിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റിൽ പ്രോബബ്ലി മൺഡേ ഒക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സെല്ലിങ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിങ് പോയാൽ തന്നെ ഒരു ചെറിയൊരു ബൈയിങ് മൂവ്മെന്റ് നമുക്ക് കാണാറുണ്ട്. സോ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ, അതായത് 12 മണി 1 മണിക്കൊക്കെ ശേഷം മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആയിട്ട് വരുന്നത്. സോ അതാണ് നമുക്ക് ബെസ്റ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ നോക്കാനുള്ളത്. സോ അതുപോലെ നമുക്ക് 50 മിനിറ്റ് ചാർട്ട് ഒന്ന് നോക്കാം. സോ ഇതാണ് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു സെല്ലിംഗ് മൂവ്മെന്റ്, അതായത് മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റ് ആണ്. അതായത് ബൈയിങ് ആയിട്ട് ഒരു റീട്രേസ്മെന്റും തരാതെ ഉള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പം മാർക്കറ്റിൽ കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സെക്ഷൻ ആണിത്. സോ നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നാളെ മിക്കവാറും ഒരു ഗ്യാപ് ഡൗണിന്റെ പോസിബിലിറ്റി ഉണ്ട്. കാരണം നിഫ്റ്റി ഫ്രൈഡേ ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. US മാർക്കറ്റും ഫ്രൈഡേ ക്ലോസ് ആയിട്ടുള്ളത് ഒരു നെഗറ്റീവിലാണ്. സോ അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവൽസ് നിന്ന് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് നോക്കാം. മോർണിംഗിൽ ട്രേഡ് എടുക്കുന്നവർക്കാണ് ഇത് നല്ലത്. അതല്ല ഒരു റിവേഴ്സലൊക്കെ കഴിഞ്ഞ് ഒരു ബൈയിങ് മൂവ്മെന്റ് കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ്, അതായത് 1 മണിക്ക് ശേഷമൊക്കെ ട്രേഡ് നോക്കുന്നവർക്ക് സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റിവേഴ്സ് ആവുന്നതിനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം മാർക്കറ്റ് ബിയറിഷാണ്. സോ ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് തന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നും കൂടി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസിലാണ് മാർക്കറ്റ് ഉള്ളത്. അതായത് 15,000. പിന്നെ അതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ 49,675 എന്നുള്ള ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. അത് നമുക്ക് ഇവിടെ പ്രീവിയസ് ആയിട്ട് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് 2 പ്രാവശ്യം ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടൊന്ന് റിവേഴ്സ് ആയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ വന്ന് പിന്നെയാണ് മാർക്കറ്റ് ഒരു ബൈയിങ് മൂവ്മെന്റിലേക്ക് പോയിട്ടുള്ളത്. സോ ആ ഒരു ഏരിയ ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ എനിവേ നമുക്ക് നോക്കാം. അവിടത്തേക്ക് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടത്തേക്ക് മാർക്കറ്റ് വന്ന് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ റിവേഴ്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാം. അതായിരിക്കും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ്
ഓപ്പൺ ചെയ്ത് പിന്നെ ഈ 50,000 എന്നുള്ള അവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിലും ഒരു ബൈയിങ്ങിലേക്ക് നോക്കാൻ പറ്റും. മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു സെല്ലിംഗ് തന്നിട്ടുണ്ട്. സോ ഒരു ചെറിയൊരു റിവേഴ്സിൽ തന്നിട്ടായിരിക്കും മാർക്കറ്റ് ഒന്ന് സെല്ലിംഗിലേക്ക് വീണ്ടും വരാനുള്ള പോസിബിലിറ്റി. സോ ഇതാണ് നാളത്തെ മൺഡേയിലേക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. എനിവേ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ബിയറിഷിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബൈയിങ് സൈഡ് ട്രേഡ് എടുക്കുമ്പോൾ കൺഫർമേഷൻ വെച്ച് ട്രേഡ് എടുക്കുക. കാരണം നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഫുൾ കൺഫർമേഷൻ വേണം. മാർക്കറ്റിൽ സെല്ലിങ്ങിന്റെ ആ ഒരു ക്യാൻഡിൽ സൈസ് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് നല്ല ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ബൈയിങ് മൂവ്മെന്റ് ബൈയിങ്ങിലേക്ക് സൈഡ് നോക്കാതെ ഇരിക്കുക. അതെല്ലാം ചെറിയ സെല്ലിംഗ് ഒക്കെ കിട്ടിയിട്ട് മാർക്കറ്റ് കൺഫേം ആയിട്ട് റിവേഴ്സിൽ നല്ല സ്ട്രോങ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ഒക്കെ ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം സെല്ലിംഗ് സൈഡ് നോക്കുക. അത് കൂടാതെ ചെറിയൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക. കാരണം മാർക്കറ്റ് ബൈയിങ് സൈഡ് ഒരു മാക്സിമം ചെറിയൊരു മൂവ്മെന്റുകളെ പോകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. കാരണം മാർക്കറ്റ് ഒരു ബിയറിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ട്രേഡ് മാത്രം പ്ലാൻ ചെയ്യുക. പിന്നെ റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതും കൂടി മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.